എന്നോടൊപ്പം ജീവിക്കുന്നു, അവനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരവും അതിനുള്ള അനുവാദം ഉണ്ടെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ്റെ ഒരു പാർട്ടാണ് ഞാൻ നിഹാൽ ഫൗണ്ടേഷനിലൂടെ ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളുണ്ട്. ഒന്ന് അവൻ ജനിച്ച ദിവസവും, 2 അവനെ തിരിച്ചറിഞ്ഞ ദിവസവും. അത് ഞാൻ ഒരിടത്തും അടയാളപ്പെടുത്തത്തില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്, ഒരു കോയിന് 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് അഭിമാനവും മറ്റൊരിടത്ത് ദാരിദ്ര്യമാണ്. നമസ്കാരം. എന്നോടൊപ്പം കൂടെയുള്ളത് നസീർ വെളിയിലാണ്. അദ്ദേഹം സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അങ്ങയുടെ അടുത്തേക്ക് വരിക, കുറച്ചു നേരം സംസാരിക്കുക, ഇതൊക്കെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഒരുപാട് പടവുകൾ കടന്നാണ് വന്നത്. എങ്ങനെയാണ് പ്രവാസത്തിലേക്ക് വന്നത്? പ്രവാസത്തിലേക്ക് നമ്മൾ എത്തുന്നതല്ല, നമ്മൾ എത്തപ്പെടുന്നതാണ്. നമ്മളുടെ ഓരോ വ്യക്തികളുടെയും, പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും അന്ന് പ്രത്യേകിച്ച് 80കളിലും 90കളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ അന്നൊരു സമ്പന്നതയുടെ പ്രദേശമല്ലായിരുന്നു, ദാരിദ്ര്യമുള്ളൊരു പ്രദേശമായിരുന്നു. കൂടുതലും അതിനുശേഷം വിദ്യ കൊണ്ട് ഉയർന്ന ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. പിന്നെ കഠിനാധ്വാനവും ഉള്ള ഒരു നല്ല ജനവിഭാഗങ്ങൾ കൃത്യമായി അധ്വാനിച്ചതിൻ്റെ പേരിലാണ് ഇന്നത്തെ കരുനാഗപ്പള്ളി സൃഷ്ടിക്കപ്പെട്ടത്. മാത്രമല്ല, കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം എല്ലാ മനുഷ്യരുമായിട്ട് കൃത്യമായിട്ട് നല്ലൊരു ഹാർമോണി മെയിൻറ്റെയിൻ ചെയ്യുകയും സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇക്വാളിറ്റി ഉള്ളൊരു പ്രദേശം കൂടിയാണ്. അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അധ്യാപക ജീവിതത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു പ്രവാസത്തിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരുപാട് അന്ന് ദാരിദ്ര്യമുള്ള ഒരുപാട് പേരുടെ ദാരിദ്ര്യം മാറണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പ്രവാസത്തിലേക്ക് വരാൻ ഉണ്ടായ കാരണം. അതൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സാധിച്ചു, തമ്പുരാൻ്റെ അനുഗ്രഹമാണ്. അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ ഓരോ ഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? എൻ്റെ ജീവിതത്തിന് അതിന് 2 കാര്യം പറഞ്ഞെങ്കിൽ അത് കൃത്യമാകുള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളുണ്ട്. ഒന്ന് അവൻ ജനിച്ച ദിവസവും, 2 അവനെ തിരിച്ചറിഞ്ഞ ദിവസവും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത് എൻ്റെ മകന് 3 വയസ്സുള്ളപ്പോഴാണ്. കാരണം എൻ്റെ മോൻ ഓട്ടിസമുള്ള മോനാണ്. അപ്പോൾ അവന് ഈ ഓട്ടിസമുള്ള ഈ മോനുമായിട്ട് ഞാൻ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പം ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണേണ്ടി വന്നു. ഒരുപാട് ആൾക്കാർ. ഈ കാണേണ്ടി വന്നവരെല്ലാം തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യന് നമ്മളൊരു സമൂഹത്തെ എടുത്ത് നോക്കുമ്പോൾ നമുക്കെല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഓരോ മതങ്ങൾക്ക് ഓരോ ഗ്രന്ഥങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് എല്ലാ വ്യക്തിക്കും ഓരോ ഗ്രന്ഥങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പം ഈ സ്പെഷ്യൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ളതൊന്നും കാണാനോ കേൾക്കാനോ എങ്ങും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരുപാട് മക്കളെ ഞാൻ കണ്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മാറുകയായിരുന്നു, എൻ്റെ കാഴ്ചപ്പാട് മാറുകയായിരുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സ്പെഷ്യൽ നീഡ് കുഞ്ഞുങ്ങളുടെ മക്കളും ആ അമ്മമാരും അല്ലെങ്കിൽ അവരുടെ ജീവിതമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഗാന്ധി ഭവൻ സ്കൂള് നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട്. അതിൻ്റെ സ്കൂളിൻ്റെ ചെയർമാൻ ഞാൻ തന്നെയാണ്, പത്തനാപുരത്തുള്ളത്. മാത്രമല്ല, ഇപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് തെറാപ്പി കൊടുക്കുന്ന ഒരു സെൻറ്റർ നമ്മൾ തുടങ്ങി. ഫുള്ളി ഫ്രീ ആണ് എല്ലാ തെറാപ്പികളും. സ്പെക്ട്രം ഹാർട്ട് എന്ന പേരിൽ കരുനാഗപ്പള്ളിയിൽ. അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങുമ്പം 34 കുഞ്ഞുങ്ങളുള്ളായിരുന്നു. ഇപ്പം 104 കുട്ടികളുണ്ട് അവിടെ. മാത്രമല്ല, 100-ൽ കൂടുതൽ ആപ്ലിക്കേഷൻ അവിടെ കിടപ്പുണ്ട്. നമുക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കില്ല. മാത്രമല്ല, ഈ ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് ഒരുപാട് നോംസ് ഉണ്ട്. ഇതൊക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടുമാണ്. അങ്ങനെയാണ് എൻ്റെ ഈ ജീവിതം ഈ ഒരു രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. സാമൂഹ്യ വ്യവസ്ഥയിൽ ഞാനിപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഈ സ്പെഷ്യൽ നീഡ് കുഞ്ഞുങ്ങളും അവരുടെ ജീവിതവും, പിന്നെ സാധാരണ മനുഷ്യർ, പിന്നെ എത്രയോ മക്കൾ നമുക്കറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിദ്യാഭ്യാസമായിട്ടുള്ള ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, പക്ഷെ അവർക്ക് സാമ്പത്തികമില്ല. അവരെ ഞാൻ നോക്കി അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനുവേണ്ടിയാണ് ഞാൻ നിഹാൽ ഫൗണ്ടേഷൻ എന്ന് എൻ്റെ മോൻ്റെ പേർക്ക് നിഹാൽ വെളിയിൽ ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. അതിലൂടെ നമ്മൾ സമൂഹത്തിലെ ഒരുപാട് മക്കൾക്ക്, എൻ്റെ മോനും എന്നോടൊപ്പം ജീവിക്കുന്നു, അവനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള
അവസരവും അതിനുള്ള അനുവാദം ഉണ്ടെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ്റെ ഒരു പാർട്ടാണ് ഞാൻ നിഹാൽ ഫൗണ്ടേഷനിലൂടെ ചെയ്യുന്നത്, ഒരു പിതാവെന്ന നിലയിൽ ചെയ്യുന്നത്. ഈ നിഹാൽ ഫൗണ്ടേഷനിലേക്ക് ഇപ്പം നിർധനരായ ഒരു കുട്ടിക്ക് ഒരു ഇത് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു അവിടെ നിഹാൽ ഫൗണ്ടേഷനിൽ അവിടെ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അവരുടെ വിഷമങ്ങൾ കണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ നടപ്പിൽ വരുത്തും. അത് നിഹാൽ ഫൗണ്ടേഷൻ ഈവൻ എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും അടുത്ത സമയത്ത് ഒരു റിക്വസ്റ്റ് വന്നൊരു മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി അത് നമ്മളിപ്പം സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുക്കാനും പിന്നെ കല്യാണത്തിനും മറ്റുള്ള എന്തൊക്കെയാണോ ഒരു സമൂഹത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരിടത്തും അടയാളപ്പെടുത്തത്തില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത് ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു വശത്ത് അഭിമാനവും മറ്റൊരിടത്ത് ദാരിദ്ര്യമാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അഭിമാനം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല, എന്നാൽ അവൻ്റെ ദാരിദ്ര്യം മാറും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുമ്പോഴും അത് പുറത്തേക്ക് പറയും. ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. എന്നോട് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് അത് പറയാത്തത്. ഞാൻ പറഞ്ഞുകൂടാ. ഈ ഒരു തിരിച്ചറിവാണ് തിരിച്ചറിവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു മനുഷ്യൻ. ആ തിരിച്ചറിവാണ് നമ്മളെ കൊണ്ടത് പറയിക്കാതിരിക്കുന്നത്. വളരെ കൃത്യമാണ് അത്. പൊതുവെ ഈ പറയും പോലെ ചെറിയ എന്തെങ്കിലും ചെയ്താൽ പോലും ഇപ്പം ഫോട്ടോ എടുത്ത് അവരുടെ ഇപ്പം എന്താണ് ഒരു കിറ്റ് കൊടുത്ത് അരിയും സാധനങ്ങളുമാണ് അവരുടെ നിവർത്തികേട് കൊണ്ടാണ് അവർ വാങ്ങേണ്ടി വരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന കാലത്താണ് അങ്ങേപോലുള്ള വലിയ മനുഷ്യർ അത് ചെയ്യരുത്, അങ്ങനെ അല്ല ചെയ്യാനുള്ളതെന്ന് ഓപ്പണായിട്ട് പറയും. അതെ, ഞാൻ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ, ചെറിയ ലക്ഷങ്ങളല്ല, ഞാൻ പറയുന്നില്ലെന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിടത്തും രേഖപ്പെടുത്തത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സഹജീവികളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, സഹജീവികളെ നമ്മളെപ്പോലെ തന്നെ നാം സ്നേഹിക്കണം. നാം തന്നെയാണ്, അത് തന്നെയാണ് ജീസസ് പറഞ്ഞത്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. അത് തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, നല്ല മനുഷ്യരുടെ ഹൃദയമാണ് അള്ളാഹുവിൻ്റെ വാസസ്ഥലമെന്നാണ്. അത് തന്നെയാണ് മുണ്ടകോപനിഷത്തിലെ തത്വമസിയും പറയുന്നത്. നമ്മളിതെല്ലാം ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. എവിടാണ് രണ്ടിരിക്കുന്നത്? ഇല്ല, എന്തിനെങ്കിലും രണ്ടായിട്ട് കാണാൻ പോകുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അസ്വസ്ഥയില്ല. എനിക്ക് ആരെയും സ്വീകരിക്കാം, ആരോടൊപ്പം പോയിരിക്കാം, ആരെയും എനിക്ക് ഹാക്ക് ചെയ്യാം. എനിക്കൊരു വിഷമമില്ല, സന്തോഷമാണ് എനിക്ക്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ സ്ഥാപനം അത് എത്ര രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു നിൽക്കുകയാണ്? നമ്മുടെ ബിസിനസ് ഇപ്പോൾ 38 രാജ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ വിറ്റഴിയുന്നത്. അന്ന് ചെറുതായിട്ട് തുടങ്ങിയാണ്. എങ്ങനെ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞില്ല. നമ്മളിപ്പം ജീവിതത്തിനൊരു ചില ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ എഴുതപ്പെടും. അങ്ങനെ ആ മാറ്റത്തിലൂടെ എഴുതപ്പെട്ടതായിരിക്കും എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് അന്നം എത്തുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ഒരു ഭാഗ്യമാണല്ലോ എല്ലാം. തീർച്ചയായും അങ്ങയോടുള്ള ഈ സംഭാഷണം തീരുന്നില്ല. നമ്മൾ വീണ്ടും സംഭാഷണം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് വിട പറയാം. വീണ്ടും കാണുന്നതുവരെ. താങ്ക് യു വെരി മച്ച്.